ദ മാർക്ക്. സംഭവമുണ്ടായിരുന്നു, അടയാളമുണ്ടായിരുന്നു, പക്ഷേ കാരണമില്ലായിരുന്നു. 2019 അമേരിക്കയിലെ ഗ്രോട്ടൺ എന്ന ആ ശാന്തമായ പട്ടണം. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാൻ 2018 ടോക്കിയോ ഫയൽ അടച്ചു. ജപ്പാനിലെ ആ മലയോര ഗ്രാമത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സൂചനകൾ എന്നെ എത്തിച്ചത് ഇവിടെയാണ്. 2019_USA_ഗ്രോട്ടോൺ. അന്നത്തെ എന്റെ ഡയറിയിലെ കുറിപ്പുകൾ ഇന്ന് ഞാൻ വീണ്ടും തുറക്കുന്നു. സ്ക്രീനിൽ തെളിഞ്ഞ ആ പേര് ഓറിയോൺ ക്രൗസ്. ഗ്രോട്ടണിലെ ആ തെരുവിൽ നിൽക്കുമ്പോൾ അവിടുത്തെ കാറ്റിലും മണ്ണിലും ഇന്നും ആ സംഭവത്തിന്റെ നിഴൽ വീണുകിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു അയൽവാസി പറഞ്ഞത് ഇപ്പോഴും കാതുകളിലുണ്ട്. ഓറിയോൺ ശാന്തനായ ഒരു മ്യൂസിക് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ ആ സംഭവത്തിന് മുൻപ് അവൻ പാടെ മാറി. രാത്രികളിൽ വീട്ടിന് പുറത്തുനിന്ന് അവൻ ആകാശത്തോട് സംസാരിക്കുമായിരുന്നു. അവന്റെ മുഖത്ത് വലിയ ഭയമുണ്ടായിരുന്നു. അന്നേ രാത്രി ആ തെരുവിൽ ഒരു ശബ്ദം മുഴങ്ങി. കുറച്ചുകാലം മുമ്പ് ഹിറ്റായ ആ മ്യൂസിക് ആൽബത്തിലെ ഒരു MP3 ഹമ്മിങ് പോലെ. ആദ്യം ഞാനത് കാര്യമാക്കിയില്ല, എങ്കിലും ഡയറിയിൽ കുറിച്ചിട്ടു. ആ വീടിനകത്ത് ഇന്നും മായാത്ത പാടുകളുണ്ട്. അവിടെയും ഞാൻ കണ്ടു അതേ അടയാളം. ഒരു ത്രികോണം, അതിനുള്ളിൽ മറ്റൊരു ത്രികോണം, മധ്യത്തിൽ ഒരു ബിന്ദു, ദ മാർക്ക്. പക്ഷെ ഇവിടെ അത് രക്തം കൊണ്ടല്ല, കരിഞ്ഞ അടയാളങ്ങളായിരുന്നു. ജപ്പാനിലെ കേസിൽ കണ്ട അതേ പൊള്ളലുകൾ. ഇതൊരു യാദൃശ്ചികതയല്ല. ഓറിയോണിന്റെ ജീവിതത്തിൽ എവിടെയും പകയോ വെറുപ്പോ പണമോ ഉണ്ടായിരുന്നില്ല. ഒരു മോട്ടീവ് പോലും കണ്ടെത്താനായില്ല. സംഭവമുണ്ടായിരുന്നു, അടയാളമുണ്ടായിരുന്നു, പക്ഷേ കാരണം മാത്രം ഇന്നും അജ്ഞാതം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതൊരു മനുഷ്യന്റെ ജോലിയല്ല, ഇതൊരു ഫ്രീക്വൻസി പോലെ പടരുകയാണ്. മനുഷ്യർക്ക് പിടികിട്ടാത്ത എന്തോ ഒന്ന്. ഗ്രോട്ടണിലെ ആ തണുത്ത കാറ്റ് എനിക്ക് അടുത്ത സൂചന നൽകി. 0.2020. അടുത്ത ഫയൽ തയ്യാറാണ്. എന്റെ അന്വേഷണം അടുത്ത നിഗൂഢതയിലേക്ക് കടക്കുന്നു.